ഹായ്, ഇന്ന് നമുക്ക് ഒരു മേത്തി ബാജി എന്ന് പറയാം. എന്നുവെച്ചാൽ ഉലുവച്ചപ്പ്. ഇത് ഇന്ത്യയിൽ മേത്തി എന്ന് പറയും. ഒരു നോർത്ത് മേത്തി വറവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇത് എടുത്ത് എല്ലാം ഇത് കഴുകിയിട്ടില്ല, കഴുകണം. എല്ലാം കുതിർത്തിട്ടിട്ടുണ്ട്. മേത്തി ഇത് തണുപ്പ് കാലം വരുന്ന അധികം അതിന് ചുവന്ന മുളകാണ് ഇടുന്നത്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് തേങ്ങ ഇടൂല, തേങ്ങ ഇടാൻ പറ്റൂല. തേങ്ങ ഇട്ടാൽ നല്ല ഉണ്ടാവില്ല. ഇത് നോർത്ത് സൈഡിൽ ഒരു തോരനാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് നോർത്തിലെ ആൾക്കാർ ഇതിൻ്റെ അകത്ത് നമ്മുടെ കടലപ്പരിപ്പ് അത് ഇടലുണ്ട്. പക്ഷെ നമ്മൾ ഇടുന്നില്ല. ഇത്ര മാത്രം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെല്ലാം ഒന്ന് ഒരു ഉള്ളി ഇതാദ്യം കഴുകുക. ഇതാദ്യം ഒന്ന് കഴുകി ഒന്ന് ക്ലീനാക്കി വെക്കാം. ഇത് നമ്മൾ അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളമെല്ലാം ഊറാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളി തോല് കളഞ്ഞ് വെച്ച് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തോല് കളയാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടാണ് മുറിക്കേണ്ടത്. ഉരുളക്കിഴങ്ങെല്ലാം ക്ലീനാക്കി തോലിതാക്കി അതൊന്ന് കഴുകി ഇതിനകത്തിടാം. ഇതിൻ്റെ വേസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറുതായിട്ട് മുറിക്കാം. ഇങ്ങനെ മുറിച്ചാൽ നല്ല ചെറുതായിട്ട് കിട്ടും, കട്ടിയില്ലാണ്ട്. ഇങ്ങനെയാകുമ്പോൾ ഇങ്ങനെ മുറിച്ചതെന്ന് വെച്ചാൽ കട്ടി ഉണ്ടാവില്ല. നമുക്ക് വേഗം മുറിച്ച് എളുപ്പത്തിലെടുക്കാം. ഇത് നല്ലതാണ് ശരീരവേദനത്തിന്. ഉലുവേൻ്റെ ചപ്പാണ് ഇത്. അപ്പം ഈ തണുപ്പ് സമയത്ത് അധികം ഇത് ഉണ്ടാവുക. നമ്മൾ അന്ന് മാളിപ്പോരം കണ്ടതായിരുന്നു, അങ്ങനെ വാങ്ങിയതാണ്. ഇത് തണുപ്പ് സമയം അങ്ങോട്ട് നോർത്തിലധികം തണുപ്പ് സമയം ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ നോർത്തിലെല്ലാം ഈ സാക്ക് എന്ന് പറഞ്ഞിട്ട് സാക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ വേറെ തന്നെ ഒരു ടേലാന്ന് പറയും. ഈ ഉന്ത് വണ്ടി വരും, അതിന് ടേലാന്ന് പറയും. അത് വരും. വെറും ഈ പച്ച ഇലകളുടെ തന്നെ വറുക്കുന്നതുണ്ടാവും. ഒരുപാട് ഫുള്ള് അതിൻ്റെ അകത്ത് ഇലകൾ മാത്രം ഉണ്ട്. അവിടെ നമുക്ക് നോർത്തിലേ കാണാൻ പറ്റും ഇലകളിൻ്റെ വറുക്കുന്ന എല്ലാ ഇതും. ചുവന്ന മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി നമുക്ക് മുറുക. ഉള്ളി ഒരു വണ്ണുള്ളി എടുത്തിന്, കുറവാന്നല്ലോ അത്. അതുകൊണ്ട് ഉള്ളി ഒന്ന് വണ്ണുള്ളി എടുത്തിന്. ഇതിനെ കൊണ്ട് നമ്മൾ പിന്നെ മേത്തി പൊറോട്ട ഉണ്ടാക്കും. മേത്തി പൊറോട്ട, ആലു പൊറോട്ട എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പം നല്ല രസമാണ്. എൻ്റെ കുക്കിംഗ് വീഡിയോയിൽ ആയിരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഇന്നലെ ഞാൻ മസാലേൻ്റെ ഇട്ടായിരുന്നു.
അതിൻ്റെ എല്ലാം എന്താ അഭിപ്രായം, നിങ്ങൾ ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണം. കൊടൂത്ത് ഇട്ട സമയത്ത് നമ്മുടെ കൊടൂത്തൻ്റെ അല്ല അതിൻ്റെ തോരൻ ഉണ്ടാക്കിയിരുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞായിരുന്നു നല്ല ഉണ്ട്, അവരുണ്ടാക്കി നോക്കിയിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതാണെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം എന്താ തീർച്ചയായും എഴുതണം. എന്നാലല്ലേ നമുക്ക് കുക്കിംഗ് ചെയ്യാനൊരു ഇതുണ്ടാവും. പറഞ്ഞല്ലോ എന്നുള്ള നമ്മളെ കുക്കിനെ പറ്റി. ഒരു 2 ചെറിയ വെളുത്തുള്ളി നല്ലതാണ്, നെറ്റിയിലിട്ടു. അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് കണക്കായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഇതിന് വേണ്ടൂ. മഞ്ഞൾ നമുക്ക് പാത്രം ചൂടാകുന്നേരം കത്തിക്കാം. അല്പം എണ്ണ ഒഴിക്കാം. കടുക് പൊട്ടാനായിട്ട് എണ്ണ ഒഴിച്ചാൽ എണ്ണ ചൂടാവട്ടെ. അല്പം കടുക് ഇടാം. ഹിന്ദിക്കാരെല്ലാം ജീരകമാണ് അധികം ഉപയോഗിക്കൽ. പിന്നെ ജീരകവും പിന്നെ നമ്മൾ ഈ കറുത്ത കടുവല്ല ഉപയോഗിക്കൽ. അവർ ഒരു മഞ്ഞ കടുവുണ്ട് കുഞ്ഞി, അതാണ്. നമ്മളെ ഈ കറുത്ത കടുവിൻ്റെ ടേസ്റ്റ് വരില്ല. അത് നമ്മളെ കടുവ തന്നെയാണ് നല്ല കറുത്ത, അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ കടുവെല്ലാം പൊട്ടി നമുക്ക് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഉലുവേൻ്റെ ഒരു നല്ല മല്ല് വരുന്നുണ്ട്. ഇത് ഇന്നും നാട്ടിൽ നമ്മളെ മലയാളിക്കൊന്നും ഇന്നും അറിയാത്ത കുറേ സ്ത്രീകളായ ആൾക്കാരുണ്ട്. എന്തുവാ ഇത് എന്ന് വെച്ചാൽ അറിയാത്ത. അപ്പോൾ ഇത് നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ വാങ്ങി വറക്കുക. പിന്നെ നാട്ടിൽ നമ്മളെ കേരളത്തിൽ തന്നെ അധികം തേങ്ങ ഇല്ലെങ്കിൽ കറി എന്തുവാ വെക്കുക. സ്ത്രീകളധികം പറയുമോ തേങ്ങ കിട്ടിയിട്ടില്ല എന്നാ കറി വെക്കുക. അപ്പം തേങ്ങ ഇല്ലാണ്ട് പല കറികളും ആവും. കറികളായാലും വറവായാലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കുക. ഉരുളക്കിഴങ്ങ് വേവണമല്ലോ. അപ്പോൾ ഇതിൽ തന്നെ വെള്ളം ഇതൊന്നും ഒഴിക്കില്ല. ഇത് തന്നെ ഇതുണ്ട് ഉള്ളിൻ്റെയും അതന്നെ വാടി വരും. അതിൻ്റെ അകത്ത് തന്നെ നല്ല മൂടി ആവുന്നേരെ കാത്തു. ഉലുവ ചപ്പിൻ്റെ തീരായിട്ടുണ്ട്. നമുക്ക് ഓഫാക്കാം. ചെറിയൊരു ലൈറ്റ് കയ്പ്പുണ്ടാവും. അത് ഇഷ്ടമില്ലാത്ത ആൾ ഒരു തുള്ളി തൈര് ഇതാക്കാം. അതല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളീൻ്റെ ഒരു പകുതി ഭാഗം ചെറുങ്ങനെ കട്ടാക്കി ഈ ഉരുളക്കിഴങ്ങ് കട്ടാക്കി പോലെ അതിടാം. ചിലയാൾക്ക് ഇതിന് കയ്പ്പ് ഇഷ്ടമില്ലല്ലോ. കയ്പ്പ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ നല്ല രസം, നല്ല ടേസ്റ്റ് തന്നെയാണ്. ലൈറ്റായിട്ടുള്ള കയ്പ്പ റെഡിയായി. നമുക്കിത് കുറച്ചേ ഉള്ളൂ, ഒരുപാടുണ്ടായാലും ഇതൊരു തുള്ളി ഉണ്ടാവും. അങ്ങനെ നമ്മളെ ഉലുവ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലതാണ് ശരീരത്തിന്. ശരീരത്തിലുള്ള വേദനകൾ കാര്യങ്ങളെല്ലാം മാറി. തണുപ്പ് സമയത്ത് ഉണ്ടാകുന്നതാണ് കൂടുതൽ.
അല്ലാണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇത് ആക്കണം എന്നുണ്ടെങ്കിൽ ഉലുവ കൊണ്ടുവന്നാൽ കുറച്ച് ഉലുവ എടുത്തിട്ട് നമ്മൾ ചീരയെല്ലാം എങ്ങനെയാണ് നടുന്നത് അതേപോലെ കൃഷി ചെയ്താൽ മതി. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പോറും ഒന്ന് കണ്ട് ലൈക്ക് ചെയ്തിട്ടെങ്ങും പോകണം, ഒരു സപ്പോർട്ടല്ലേ ഇത്. താങ്ക് യു. ഇനി അടുത്ത വീഡിയോ നാളെ പാചകമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.